ആരാണ് 75 ലക്ഷമാണിത്. ഇന്നത്തെ ടിക്കറ്റാണ്. കാക്ക ഒന്ന് എടുത്തോളി. ആർക്കാ ഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ടിക്കറ്റ് ഒന്നും എടുക്കലില്ല. അല്ല കാക്ക ഒന്ന് എടുത്തു നോക്കി നിങ്ങൾ. എപ്പോഴാണ് ഭാഗ്യം വരാമെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ഒന്ന് തന്നാളാ. അടിച്ചാൽ എനിക്കും നന്നായി, എനിക്കും നന്നായി. കഴിച്ചില്ലാട്ടെന്നെ. എത്ര പൈസ? 40. ചില്ലറില്ല? ചില്ലറ ഇല്ലടോ എൻ്റെ അടുത്ത്. വീടി നിർക്കട്ടെ. വീടിനാട് വന്നാൽ മതി. എന്താ സുഖമാണ്. കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? കാര്യങ്ങൾ നാന്ന് പറയാൻ എന്തുണ്ടായി? ഒന്നുമല്ല, ഞാൻ പണി ഉണ്ടായിട്ട് ചെങ്ങായിപ്പോ 5-8 ദിവസമായി. ഈ മട്ട ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ കുട്ടികളാകെ ചോരുമ്പോ കയറി. പൊന്നാതെൻ്റെ സലാമേ, പണിയൊക്കെ ഇവിടെ ഇഷ്ടമാതിരി ഉണ്ട്. പക്ഷെ നമ്മളൊരു മലയാളിക്ക് ഒരു തരക്കേടുണ്ട്. പണിക്ക് പോയ വേർപ്പിന്റെ അസുഖമുള്ള ആൾക്കാരാണ്. അപ്പൊ ബംഗാളികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത്. ഓർക്ക് പണി ഉണ്ടായിരുന്നു. എന്താ ചെയ്യാ, ഒരു ഗതി കാണുന്നില്ല. പല ഗതിയാണ്. എന്താ ഇപ്പൊ നിങ്ങൾ രണ്ടാം കൂടി ഇവിടെ നിൽക്കണ്? ഒന്നുമില്ല, ഞങ്ങൾ ഓരോരോ നാട്ടുകാർത്താനം പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. പേപ്പറൊക്കെ ഉണ്ടല്ലോ. പേപ്പർ ഇത് ഇന്നത്തെ പേപ്പറാണ്. പേപ്പർ ഒന്ന് വായിച്ചിട്ട് എങ്ങനെ കണ്ടുപിട്ടി സംസാരിക്കാന്ന് വെച്ച്. ഞാൻ ഇന്നലെ ആ ചെങ്ങായിന് ടിക്കറ്റ് എടുത്തിരുന്നു. ആരാ നമ്മളെ അത്രമാരി എടുത്തുന്ന? എന്നിട്ട് 1000 ഉണ്ടാവും ആൾക്കാർ. കാട്ടി കാട്ടി എന്നാ കാട്ടി നോക്ക സലാമ. ഞാൻ എടുക്കലില്ല സാധാരണ. കോളം മറിച്ച് ഇതല്ല ഇവിടെ തന്നെ ഇപ്പുറത്തേക്ക് മറിച്ച് കോളം. നോക്കട്ടെ നോക്കാണി കഷ്ടകാലത്തിന് എന്താ നിധി കുട്ടിയ ഇതിന് 75 ലക്ഷം റുപ്യ അടിച്ചു എടുക്കുകയാണോ? ഒരു കാര്യം ചെയ്യും, ആ പൊട്ടനോട് 1000 ഉറുപ്പ്യ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. 75 ലക്ഷത്തിന്റെ ഭർത്താന്ന് പറയണ്ട, നമുക്ക് അടിച്ചു മാറ്റാം. ആയിക്കോട്ടെ. അല്ല, ടിക്കറ്റ് എന്തെങ്കിലും ഉണ്ടാ? ഈ ടിക്കറ്റ് ആരെടുത്ത് എടുത്തതാ? ആള് ഇന്നലെ അബ്ദുറഹ്മാന്റെ അടുത്ത് തന്നെ. ഇതിമൊരു 5000 ഉറുപ്പ്യ ഉണ്ട്. 5000? എന്താ കാട്ട നിധി കുട്ടിയ? ഒന്നും കാട്ടണ്ട, നമ്മള് ഹോസ്പിറ്റലിൽ ഇവിടെ കിടന്നോട്ട് നമ്മൾ ഇതിലേക്ക് പോവാന്ന്. അതെ, ഞാൻ ആ കട്ടി ആ മോശമാണടാ. നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇതായിട്ട് വണ്ടി വിളിച്ചു താങ്കി ഇതായിട്ട് നമ്മൾ നടക്കണ്ടേ? അത് ശരിയില്ല, അത് ശരിയാവില്ല. എന്നോട് അപ്പൊ തന്നെ പറഞ്ഞതാണ് ഈ അപ്പൊ ഉള്ളതന്നെ പറയാൻ പറ്റുള്ളൂ. ഡോക്ടറെ എന്തേ ഇങ്ങോട്ട് കയറി പോന്നോളൂ. എന്താ പറ്റി? ഒന്നും പറയണ്ട ഡോക്ടറെ, ഒന്ന് ബോധം പോയതാണ്. അവിടെ കൊണ്ട് കെട്ടിക്കോളൂ. കുടുങ്ങിപ്പോയല്ലോ. ഞാൻ അങ്ങോട്ട് ചെങ്ങായി അപ്പൊ തന്നെ പറഞ്ഞതല്ലേ ഈ മനുഷ്യന്മാരെ നമ്മൾ ഇട്ട് പോകാൻ പറ്റില്ലല്ലോ. നല്ലതാ ചായ്ക്കുന്ന നിങ്ങൾ രണ്ടോന്ന് പുറത്തുക്കുന്നുള്ളൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ എന്നോട് അപ്പൊ തന്നെ പറഞ്ഞതല്ലേ ഈ വക കുരുമാരിലൊന്നും നിക്കണ്ടെന്ന്. അപ്പൊ പറഞ്ഞത് കേട്ടില്ല. ഞാൻ പറഞ്ഞേ, ഒരു മനുഷ്യനല്ലേ, അപ്പൊ നമ്മള് അത് നോക്കണ്ട. നമ്മള് ഇനി ഇന്ത്യയുടെ ചെലവുകളൊക്കെ ആര് നോക്കുക? എന്റെ നോക്കാം, ഡോക്ടർ നോക്കട്ടെ. അപ്പൊ എന്താ ചെയ്യാ? എന്റെ ലോട്ടറി. അത് ശരി, ഇപ്പൊ രോഗം പിടി കിട്ടി.
അല്ല എന്തായി ഡോക്ടറെ? ഇപ്പൊ ബോധം വന്നിട്ടുണ്ട്. ആ അയാൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലോട്ടറിന്റെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. ആ ലോട്ടറി കൊണ്ട് കാട്ടിക്കാണേ. ഏത് ഡോക്ടർ? സാർ അതിനൊരു 5000 ഉറുപ്പ്യ ഉണ്ട്. അത് പറഞ്ഞപ്പോഴാണ് അയാളെ ബോധം പോയത്. ആണോ? ടിക്കറ്റ് അങ്ങനെ എത്തുന്നുണ്ട്. ഡോക്ടറെ ഒരു കാര്യം പറഞ്ഞുതരാം. ആരോടും പറയരുത് നിങ്ങള്. ആ വ്യക്തിനോടും പറയരുത്. ഇത് 5000 എല്ലാം അടിച്ചു കിടന്നത് 75 ലക്ഷമാണ്. ആ നിങ്ങള് ആരോടും പറഞ്ഞ് നമ്മള് 3 ആൾക്കും പാടെ പൈസ എടുക്കാം. എന്താ നിങ്ങളുടെ അഭിപ്രായം? 5000 അടിച്ചിട്ടെന്ന് പറഞ്ഞപ്പോ അയാൾ കിട്ടും. 75 ലക്ഷം മരിച്ചൂലേ? ഇതിന് ഞാൻ കൂട്ടു നിൽക്കൂല. നിങ്ങൾ ആ ലോട്ടറി അടിക്കാൻ ആ ടിക്കറ്റ് കൊടുത്താ ആ എൻ്റെ കളിക്കല്ല നേരെ ഞാൻ കൊടുത്താ കൊടുക്ക് കൊടുത്താ അത് നമുക്ക് ശരിയാക്കാന്ന് ഡോക്ടർ കൊടുക്ക്. പിന്നെ ഞങ്ങളൊന്നും അറിയില്ല. അയാൾക്ക് വല്ലതും സംഭവിച്ചതിന്റെ ഉത്തരവാദിത്വം ഫുള്ള് നിങ്ങളായിരിക്കും. ഇത് പറണ്ടമായ രീതിയിൽ ഞാൻ പറഞ്ഞോളാം. ഒരു കാറ്റും പോലെ ഒരു ബോധം പോകും. വന്നാ മതി, ഞങ്ങൾക്കത്. ഇരുപത്തിയാ 1-2 കാര്യമല്ല, 75 ലക്ഷം ഉറുപ്പ്യാണ് പോയത്. അതെ, നമുക്ക് വിരിച്ചതേ കിട്ടുള്ളൂ, കൊതിച്ചേ കിട്ടില്ല. മനസ്സിലായ? അത് അയാൾ അറിഞ്ഞ് ഡോക്ടർ അറിഞ്ഞില്ലപ്പ. പിന്നെ ആ ഡോക്ടർ ഇപ്പം അയാളോട് പറയും ചെയ്യും. ഇതാണ് നിങ്ങളെ ലോട്ടറി ടിക്കറ്റ്? ആ ഇതന്നെ. അല്ല നിങ്ങളെ സ്ഥലം എവിടെ? എന്റെ സ്ഥലം രണ്ടതന്നെയാ. നിങ്ങളെ പേരാ? കോയ. നിങ്ങൾക്ക് എന്താ പണി? പണി കൂലിപ്പണിയാ. കൂലിപ്പണിയാണ്. നിങ്ങൾക്കൊരു 75 ലക്ഷം ഉറുപ്പ്യ ലോട്ടറി അടിച്ചെന്നാണ് വിചാരിച്ചോളി. നിങ്ങൾ എന്താ ചെയ്യാ? ഞാൻ ഡോക്ടർക്ക് പൗജേണ്ടി വരും. ഡോക്ടറെ സാറേ സാറേ ബോധം വന്നാ? ആ ഇന്റെ ബോധം വന്ന് ഡോക്ടർ ബോധം പോയി. ആ ടിക്കറ്റ് ടിക്കറ്റ് തീർക്കില്ല ഇവിടെ. അല്ല, ഡോക്ടർക്ക് എന്താ പറ്റി? ഡോക്ടറിനോട് ചോദിച്ചു നിങ്ങൾക്ക് 75 ലക്ഷം ഉറുപ്പ്യ ലോട്ടറി അടിച്ചു ഞങ്ങൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടർക്ക് കഴിഞ്ഞ് പൗജം തരാന്ന്. അതോട് കൂടി ഡോക്ടറെ എന്നാലും കാര്യം ചെയ്യും, നമ്മൾ പോവാ. എവിടേക്ക് അത്രമാനോജ് ഇങ്ങനെ കഥച്ചിട്ട് ഓടുന്നത്? ഞാൻ ഇന്നലെ വിറ്റ ടിക്കറ്റ് ബില്ല് ഫസ്റ്റ് പ്രൈസ് 75 ലക്ഷം ആ കോയാക്ക് അടിച്ചേക്കണ്. ഏത് കോയ? ഞാൻ കൂടുതൽ പത്താൻ പറഞ്ഞ് നിൽക്കണേ, ഞാൻ പോവാ. ആകെ പ്രശ്നത്തിലായി വരും. എന്തേ? ടിക്കറ്റ് നമ്മളെ എത്താം. അതെ, കോയാപ്പ് നമ്മളെ തെരഞ്ഞിട്ട് ആ ടിക്കറ്റിന് നമ്മളെത്തേക്ക് വരും. തീർച്ചയായിട്ടും വരും. ടിക്കറ്റിൻ്റെ 75 ലക്ഷം ഉറുപ്പ്യ കിട്ടണമെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കണം. അറിയാനക്ക് ഇന്നാലേ 75 ലക്ഷം കിട്ടും. അല്ലാതെ നമ്മൾ കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ കിട്ടൂല. ബാലൻ നമ്മളെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് 3 ആൾക്കും വാടക എടുക്കാം. ഓൻ്റെ കോയ ഇജ്ജ് എവിടെയായിരുന്നു? അന്ന എവിടെല്ലാം ഞാൻ തേഞ്ഞു. എന്തേ അൻ്റെ ടിക്കറ്റ് എവിടെ? ടിക്കറ്റ് മറ്റുള്ള കൈ പൊട്ടിക്കണേ. 75 ലക്ഷം ഫസ്റ്റ് പ്രൈസ് അയിമല അടിച്ചേക്കണത്. 75 ലക്ഷം? ആ, അത് ആരെട്ടാ കൊട്ടക്കണത്? പൊന്നാരൻ്റെ കോയ, അവരെന്നെ പറ്റിച്ചല്ലോ.
എവിടാ ടിക്കറ്റ്? കോയൻ്റെ ടിക്കറ്റ് അവിടെ. അതിപ്പോൾ ഫസ്റ്റ് പ്രൈസ് 75 ലക്ഷം അടിച്ചിരിക്കണ അതിൽ. ഏത് കോയ, ഏത് ടിക്കറ്റ്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു കോയനൊന്നും അറിയില്ല ഭായി. കോയൻ്റെ ടിക്കറ്റ് നിങ്ങൾ എടുത്താന്ന കോയ പറഞ്ഞേക്കണേ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കോയനെ തന്നെ അറിയില്ല. അങ്ങനെ ഒരു ടിക്കറ്റും കണ്ടിട്ടില്ല. കോയ കേസ് കൊടുക്കും. ബാല, ടിക്കറ്റൊക്കെ ഞങ്ങളെ കയ്യിലുണ്ട്. ഞമ്മക്ക് 3 ആൾക്കും പടച്ച് മനസ്സ് വെച്ചാൽ അതാണ്ട് കൈകാര്യം ചെയ്യും. എന്താ അഭിപ്രായം? അതിനൊന്നും നിന്നെ കിട്ടൂല കേട്ടോ. അതെന്തോടോ? അതിനൊന്നും നിന്നെ കിട്ടൂല. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കൊടുത്താൽ ഞാൻ പോവാ. അല്ല ബാല, ഇങ്ങോട്ട് വാ. നിന്റെ ടിക്കറ്റ് എവിടെ? ഏത് ടിക്കറ്റ്? എന്ത് ടിക്കറ്റ് കണ്ടില്ല? ഞാൻ കണ്ടിട്ടില്ല. എനിക്കെന്തിനാ ടിക്കറ്റ്? നമുക്ക് നല്ല പ്രകാരത്തേനാ ആ പരിപാടി ഇല്ല. ഇനി ഏത് ടിക്കറ്റ് നിങ്ങൾ ചോദിക്കുന്നത്? ഞങ്ങൾ ആട്ടിക്കാണ് കുതിര വെച്ചത്. മനസ്സ കാലമായിട്ട് ഒരു ടിക്കറ്റ് എടുത്ത് നോക്കിയത്. അതിലിപ്പോൾ ഒന്ന് പൈസ അടിച്ചതാണ് ഇപ്പോൾ ഇത്. എന്തോ ഒരു കഷ്ടമാണ് ഇത് പറഞ്ഞത്. ഏത് ടിക്കറ്റിന്റെ കാര്യം പറഞ്ഞ? എന്ത് ടിക്കറ്റാണ്? എന്താ ടിക്കറ്റ്? ഞങ്ങൾക്കറിയില്ല. അങ്ങനത്തെ ടിക്കറ്റ് ഞങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ ആള് മാറിക്കണോ? ആള് മാറിയ ഞങ്ങൾക്ക്? ഇന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഇങ്ങനെ ഒന്ന് ടിക്കറ്റ് എടുത്തിക്കണ്. 75 ലക്ഷമാണ് അതിൽ അടിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇടങ്ങാറാക്കല്ലേ. നിങ്ങൾക്ക് ബോധം പോയപ്പോ ചിലപ്പോൾ ടിക്കറ്റിനും ബോധം പോയിട്ടുണ്ടാവും. ഞങ്ങൾക്ക് അറിയില്ല. നമുക്കറിയാം. എൻ്റെ അടുത്തുണ്ടോ? പിന്നെ എത്ര പറയുന്നത്? ഡോക്ടറേറ്റ് മേടിച്ച അങ്ങനെ ഉണ്ടാവും. ഡോക്ടറെ അടുത്ത് പോയി നോക്കി നിങ്ങൾ. ചിലപ്പോ ഡോക്ടർ മേടിച്ചിട്ടുണ്ടാവും. ഡോക്ടറൊന്നും ആ പണി ചെയ്യൂല. നിങ്ങൾ വരി. കാര്യം പറഞ്ഞതാ. ടിക്കറ്റ് 75 ലക്ഷം അടിച്ചിക്കണില്ലേ? നമ്മൾ 3 ആളും പാടെ ആരും അറിയണ്ട. നമ്മൾ 3 ആളും പാടെ എന്താ നിങ്ങളെ അഭിപ്രായം? ഒരു ജീവാ ചൊല്ലിട്ട് അറിയണ്ട. അത് നമുക്ക് 3 ശോകം. അതെ, 4-മതൊരു വ്യക്തി അറിയുന്നു. അത് പറ്റൂല. ടിക്കറ്റ് എനിക്ക് ഞങ്ങളൊരു കാര്യം ചെയ്യും. കേസ് കൊടുത്തില്ലേ?